അവിടെ പുത്തരിക്കണ്ട മൈതാനിയിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന വേദിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അലക്ഷറ മുഹമ്മദ് ഉണ്ട്. അലക്ഷ, ബി.ജെ.പിയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിലെ പൊതുയോഗം നടക്കുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളും? എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക? ഔദ്യോഗികമായി ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്തുള്ളത് രണ്ട് പരിപാടി. ഒന്ന് ഔദ്യോഗിക പരിപാടിയാണ്, റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടി. അത് ഈ ഇന്നൊവേഷൻ ഹബിന്റെ അടക്കം ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഔദ്യോഗിക പരിപാടി അതാണ്. മറ്റൊന്ന് ബി.ജെ.പിയുടെ പൊതുസമ്മേളനമാണ്, പാർട്ടി പരിപാടിയാണ്. ആ രണ്ട് പരിപാടികളും നടക്കുന്നത് പുത്തരിക്കണ്ട മൈതാനിയിലാണ്. ആ പുത്തരിക്കണ്ട മൈതാനിയെ ഉൾക്കൊള്ളുന്ന തകരപ്പറമ്പിലാണ് ഞാനുള്ളത്. തൊട്ട് പിന്നിൽ കാണാം, അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന ഓവർബ്രിഡ്ജ് തൊട്ട് പിന്നിൽ കാണാം. അവിടെ അങ്ങനെ പ്രവർത്തകരെ കൊണ്ട് നിബിഡമായിട്ടുണ്ട് ആ പ്രദേശം എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അതായത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കൃത്യം ഓവർ ബ്രിഡ്ജിലേക്ക് എത്തി. അതായത് വാഹനവ്യൂഹം എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് പരമാവധി 15 മിനിറ്റിനുള്ളിൽ ഈ ഓവർ ബ്രിഡ്ജിലേക്ക് എത്തും. ഓവർ ബ്രിഡ്ജിൽ നിന്ന് മീറ്ററുകളോളം, അതായത് ഓവർ ബ്രിഡ്ജിന്റെ പ്രധാന പാത തുടങ്ങി തകരപ്പറമ്പ് ഓവർ ബ്രിഡ്ജ് വരെ അത്രയും ദൂരം ഒരുപക്ഷെ പ്രധാനമന്ത്രി ആളുകളെ അഭിസംബോധന ചെയ്ത് കാൽനടയായി വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡ് ഷോ ആ വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. റോഡ് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. പകരം റോഡിന് ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആ മീറ്ററുകളോളം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കടന്നു വരും. അവിടെ ബി.ജെ.പിയുടെ കൊടിയും തോരണങ്ങളും ഒക്കെയായി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒപ്പം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള എഴുത്തുകളും വെൽക്കം ബോർഡുകളും ഒക്കെയായി പ്രവർത്തകർ അണിചേർന്നിട്ടുണ്ട്. ആ തകരപ്പറമ്പിലെ ഞാൻ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട പുത്തരിക്കണ്ട മൈതാനിയുടെ പുറത്ത് ഈ പഴവങ്ങാടിയിൽ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തകരും നിരവധിയായി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അവർ വളരെ മണിക്കൂറുകളായി ഇവിടെ തന്നെ നിൽക്കുന്നു. നേരത്തെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ളവർ, അത് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് അടക്കമുള്ളവർ ഈ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി NDAയിലേക്കുള്ള 2020 പ്രഖ്യാപനം ഇന്ന് ആ വേദിയിൽ നടക്കുമെന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ആദ്യം നടക്കുന്നത് റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയാണ്. അത് കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി കാണാൻ വെയിറ്റ് ചെയ്യാണ്. അമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന പ്രധാനമന്ത്രി നേരത്തെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. ചേച്ചി PM-നെ കാണാൻ കുറേ നേരമായെന്ന് തോന്നുന്നു വന്നിട്ട്. വലിയ പ്രഖ്യാപനങ്ങൾ നഗരവാസികൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ബി.ജെ.പി അധികാരത്തിലെത്തിയത്. PM-നെ കാണാൻ എത്തിയത്? അതെ, മോദിജിയെ കാണാനാണ്. ഈ തൊട്ടടുത്ത് തന്നെയാണോ പ്രദേശം സ്ഥലം? വട്ടിയൂർക്കാവ് എന്ന് വരികയാണ്. ആദ്യമായി കാണുകയാണോ പ്രധാനം? അതെ. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ നഗരമൊക്കെ മാറ്റിമറിക്കും, അത്ര പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. മാറ്റിമറിക്കും മോദിജി വന്നു കഴിഞ്ഞാൽ, അത് ഉറപ്പാണ്. അത്തരത്തിൽ അമ്മ അങ്ങനെയാണോ പ്രധാനമന്ത്രിയെ കാണാൻ വന്നതാണ്? പിന്നെ പ്രധാനമന്ത്രിയെ കാണണ്ടേ, രാജ്യത്തിനൊരു മാറ്റം വേണ്ടേ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഉടനെ കടന്നു വരുമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് കൈവീശി കാണിച്ചാൽ അത്രയും മതി അല്ലേ? തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള GK അതാണ് പറയുന്നത്. അതായത് ഒന്ന് കൈവീശി കാണിച്ചാൽ അത്രയും മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ വലിയ ആവേശത്തിൽ നിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ബന്ദോബസ്ത് ഈ മേഖല ഒന്നാകെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടിയുടെ കവാടം. അതായത് റെയിൽവേയുടെ അമൃത് ഭാരത് ട്രെയിൻ സർവീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനുള്ളിലൂടെ കടന്നാണ്. പ്രധാനമന്ത്രി കടന്നു പോകുന്നത് ഈ പ്രവേശന കവാടത്തിനുള്ളിലൂടെയാണ്. ഈ പുത്തരിക്കണ്ട മൈതാനിക്കുള്ളിൽ തന്നെയാണ് രണ്ട് വേദികളും ഒരുക്കിയിട്ടുള്ളത്. ഈ റെയിൽവേ 3 അമൃത് ഭാരത് സർവീസുകളും ഒപ്പം ഈ തിരുവനന്തപുരം ഗുരുവായൂർ പാസഞ്ചറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ബി.ജെ.പിയുടെ പരിപാടിയിലേക്ക് പോകും. നമുക്ക് കാണാം അതിനുള്ള മാർഗം പുത്തരിക്കണ്ടത്തേക്ക് ബി.ജെ.പിയുടെ പൊതുസമ്മേളന പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ വഴിയാണ്. നയനാർ പാർക്കിന്റെ ഈ എൻട്രൻസ് വഴിയാണ് പ്രവർത്തകരെ കടത്തിവിടുന്നത്. അവരെ കൃത്യമായി തന്നെ വിവിധ എൻട്രൻസുകളിലൂടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ പ്രവർത്തകരെ കടത്തിവിടുന്നത്. ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകർ, അതായത് 1,00,000-ഓളം പ്രവർത്തകർ ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലെത്തും എന്നുള്ളതാണ് ബി.ജെ.പി അവകാശപ്പെടുന്നത്. ബി.ജെ.പിയുടെ നേതാക്കളല്ല, അത് സംസ്ഥാന അധ്യക്ഷൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി എല്ലാ തരത്തിൽ നേതാക്കളടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗമടക്കം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൗൺസിലിൽ, അതായത് നഗരസഭയിലെ പ്രധാനപ്പെട്ട ബി.ജെ.പി കൗൺസിലർ കൂടെ M.R. ഗോപനുണ്ട്. എങ്ങനെ കാണുന്നു? അതായത് നഗരത്തെ മാറ്റിമറിക്കുമോ പ്രധാനമന്ത്രി? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹം 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹം തിരുവനന്തപുരത്തിനും കേരളത്തിനും വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് കേരളത്തിന് നൽകുക തന്നെ ചെയ്യും. ബ്ലൂ പ്രിന്റ് ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ തന്നെ ഇന്നലെ വിശദീകരിച്ചത്. ഇന്നലെ വൈകി
നമ്മളിപ്പോൾ ഒരു ബ്ലൂ പ്രിന്റിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ലല്ലോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഒരു സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമോ അതെല്ലാം അദ്ദേഹം ചെയ്യും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് ബ്ലൂ പ്രിന്റ് റെഡിയായാലും ബ്ലൂ പ്രിന്റ് കുറച്ച് വൈകിയാലും അദ്ദേഹം കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നൽകും. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, ഇതുവഴി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ആ പ്രവർത്തകരുടെ ആവേശത്തിനോ കേരളത്തിലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ ആഗ്രഹത്തിനോ യാതൊരു മങ്ങലും സംഭവിക്കില്ല. ഉറപ്പായി അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന് വേണ്ടിയും പ്രത്യേക പദ്ധതികൾ ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.